നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്നോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ്. അപ്പം എന്ന് ചില സ്ഥലത്ത് പറയുന്നു തോന്നുന്നു. അപ്പം ഈ വെള്ളയപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിൽ പല വെറൈറ്റി സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. നമ്മൾ തന്നെ ഗോതമ്പ് വെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചെയ്തെടുക്കുമ്പോൾ പച്ചരി ഉണ്ടല്ലോ, പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ പച്ചരി കുതിർത്ത് വെക്കാൻ മറന്നു. പിന്നെ രാത്രി സന്ധ്യയൊക്കെ ആവുന്ന സമയത്താണ് അയ്യോ അരച്ചില്ലല്ലോ എന്നൊക്കെ തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ നൈസായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി വരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുതരാം. അപ്പം ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. ഈ ഒരു പത്തിരിക്കും അതുപോലെ നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ. ഇപ്പം നമുക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/2 കപ്പ് അവില്. ഇവിടെ വളരെ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം കട്ടിയുള്ള അവിലാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. ശരിക്കും പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് എളുപ്പത്തിലൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമായ ഉപ്പ്, പിന്നെ വെള്ളം ആവശ്യമാണ്. ഞാനിപ്പം അരിപ്പൊടിയുടെ അതേ അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി നമുക്ക് കൂടുതൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാനും പറ്റും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പം മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അവലിട്ട് കൊടുക്കാം, തേങ്ങ ചിരകിയത്, ഈസ്റ്റ്, പഞ്ചസാര. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിപ്പം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അരച്ചെടുക്കുമ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരച്ച് വെച്ചത് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫെർമെൻ്റ് ആവാൻ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പം വെള്ളപ്പത്തിൻ്റെ കൂട്ടിൽ നിന്നല്ല, ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എളുപ്പം പുളിച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആവാതിരിക്കാൻ നോക്കുക. തോന്നുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ചുടുന്ന സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യില്ല, ഇത് അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യാറ്. ഇനി ഞാനിത് ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. നോർമലി ഒരു 6 hours കൊണ്ട് നമുക്കിത് വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നോർമലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നമ്മൾ ഓവനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചൂടാക്കാറൊന്നുമില്ല, ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടൊന്നും അല്ല വെക്കാറുള്ളത്, നോർമൽ ഓവനിലേക്ക്. അപ്പം പിന്നെ തണുപ്പാകുമ്പോൾ എങ്ങനെയായാലും കുറച്ചുകൂടി സമയം എടുക്കും ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അടച്ചിട്ട് ഓവൻ്റെ ഉള്ളിലോട്ട് വെക്കാം പോവാണ്. അപ്പം നമ്മൾ വെള്ളപ്പത്തിന് അരച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് പൊന്തിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തവി വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ വെള്ളപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ പോവാണ്. അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി അപ്പച്ചട്ടി, ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ചൂടാക്കി എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അപ്പം കൂട്ടൊഴിച്ചു കൊടുക്കാം.
അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കാൻ പോവാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ അരി കുതിർത്തുണ്ടാക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയും കൂടി ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആണ്. നമ്മൾ സാധാരണ പച്ചരി കുതിർത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല നടുവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും അതിൻ്റെ വക്ക് ഭാഗം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ വെള്ളയപ്പം എനിക്ക് കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.